യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമ്മളൊരു അല്പസമയം വചനത്തിൽ നമുക്ക് ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷം 20 കർത്താവ് നമ്മുടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത ആ സംഭവമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഇങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് ഒരു 3-4 വചനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നത്. ആ വചനമാണ് നമ്മളൊന്ന് വിചിന്തനത്തിനായിട്ട് എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ലൂക്ക എന്താ വായിച്ചിട്ട് പോകുവിൻ. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇവിടെ നമുക്കറിയാം കുഞ്ഞാടിന്റെ സ്വഭാവവും ചെന്നായയുടെ സ്വഭാവവും എന്താണ് നമുക്കറിയാം. ഒരു കുഞ്ഞാടിനെ ഒരു ചെന്നായ കാണുമ്പോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവന്റെ വായിൽ വെള്ളം വരുന്നത് മാത്രമല്ല, അതിനെ ചെയ്യാവുന്ന അക്രമമെല്ലാം ചെയ്ത് അതിനെ കടിച്ച് പിച്ച് ചീന്തി കീറി അതിന്റെ രക്തവും മാംസവും ഭക്ഷിക്കും. ഇതിലും കുറഞ്ഞതൊന്നും ഈശോയ്ക്ക് ഇതിനെ കുറിച്ച് പറയാനുണ്ടായില്ല. ഈശോ പറയുന്നത് നിങ്ങളെ ഞാൻ അയക്കുന്നത് ഇതാ ഒരു കുഞ്ഞാട് ചെന്നായിയുടെ അടുത്തേക്ക് പോകുന്നത് പോലെ, ഒരു ചെന്നായി ഒരു കുഞ്ഞാടിനെ പിടിച്ച് പിച്ച് ചീന്തുന്നത് പോലെ നിങ്ങൾക്കും സംഭവിക്കാം. നിങ്ങളെ ഞാൻ അയക്കുന്നത് അവിടേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം അത് വലിയ മധുരമുള്ള സംഭവമൊന്നുമല്ല. അല്ലെ, നമ്മൾ കണി കുടിക്കുന്ന പോലെ അത്ര സുഖമല്ല. ഇതാണ് നമ്മുടെ 2 സഹോദരിമാരെ അകാരണമായി അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും റിമാൻഡിലാണ്. ഈ സമയത്ത് അത് NIA കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആയി. ഇപ്പൊ എന്ത് സംഭവിച്ചു, ജാമ്യം കിട്ടിയോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ അതിന്റെ വാദം 5 മണിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. ഒന്നുകിൽ ജാമ്യം കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി നീട്ടാം, ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സുപ്രീം കോടതിയിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത കാണും. അതവിടെ നിൽക്കട്ടെ. ആരാണ് ഈ സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ അറിയണം. ആരാണ് ഈ വൈദികരെന്ന് നമ്മൾ അറിയണം. ഇവരെന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? എസ്പെഷ്യലി സിസ്റ്റേഴ്സ് ആൻഡ് പ്രീസ്റ്റ്സ്, അച്ഛന്മാര് എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? ഇവരെന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? ഇവര് ഇങ്ങനെ ഒരു കംഫർട്ട് സോണില് സുഖ സൗകര്യങ്ങളോടെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ കഴിയാൻ വേണ്ടിയാണോ ദൈവം ഇവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? ആണോ? അല്ലേ അല്ല. അതാണ് കർത്താവ് പറയുന്ന, മക്കളെ നിങ്ങളെ ഞാൻ അയക്കുന്നു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്. എന്നിട്ട് അങ്ങോട്ട് അയച്ചിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഹൈന്ദവ തീവ്രവാദി സംഘടനകളുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരുത്തി വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മുഷ്ടിയുരുട്ടുകയും ഒക്കെ ചെയ്യുമ്പോ ഒരു വാക്കുപോലും ഉരിയാടാതെ അവര് മൗനം ഭജിച്ചു. That is wrong.
അവിടെ മൗനം ഭജിക്കേണ്ട സമയമല്ല. അവിടെ പറയേണ്ടിയിരുന്നത് ജീസസ് the only Savior, because he's lived with God, still living. Jesus is alive. ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അത് യേശുവാണെന്നും എന്നെയും നിന്നെയും രക്ഷിക്കാനുള്ളവൻ ജീസസ് ആണെന്നും അവന്റെ നാമത്തെ പ്രതി നീ അടിച്ചാലും കൊന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നേരെ മുഖത്ത് നോക്കി, അവളുടെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആ സിസ്റ്റർക്ക് അടി കിട്ടുകയോ അല്ലെങ്കിൽ ആ സിസ്റ്ററെ അവിടെ അതിദാരുണാം വിധം വധിക്കുകയോ ചെയ്താൽ ആ സിസ്റ്റർ എവിടെ പോയി? ആ സിസ്റ്റർ രക്തസാക്ഷിത്വത്തിലൂടെ ആയിരക്കണക്കിന് ആത്മാക്കൾ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, സിസ്റ്റർ റാണി മരിയ ഓരോ കുത്തുകുത്തുമ്പോഴും ജയ് ക്രൈസ്റ്റ്, ജയ് ക്രൈസ്റ്റ് ഇതാ പറഞ്ഞത്. ഓരോ കുത്ത് കിട്ടുമ്പോഴും 55 പരം കുത്തുകൾ ഏറ്റുവാങ്ങി ആ ഓടുന്ന ബസ്സിനകത്ത് ഓരോ കുത്ത് കിട്ടുമ്പോഴും അവര് പറഞ്ഞുകൊണ്ടിരുന്നത് അതാ, യേശു ജയിക്കട്ടെ, യേശു ജയിക്കട്ടെ. എന്താ സംഭവിച്ചേ? ആങ്ങളയ്ക്ക് പെങ്ങളെ നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് മകളെ നഷ്ടപ്പെട്ടു, അപ്പന് മകളെ നഷ്ടപ്പെട്ടു, ഇല്ലേ? സഹോദരിമാർക്ക് സഹോദരിയെ നഷ്ടപ്പെട്ടു. എന്നാൽ ആത്മാവ് നഷ്ടപ്പെടാതെ നേരെ സ്വർഗത്തിലേക്ക് തനതു വിധി അവിടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അവിടെ കഴിഞ്ഞു. തനതു വിധി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം തനതു വിധി. ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണം, അല്ലെങ്കിൽ നരകം. ഇതാണ് ഒരു വിശ്വാസി മരിക്കുമ്പോ അവന് കിട്ടാനുള്ള ഇടം. എവിടെ പോയി? സിസ്റ്ററിന്റെ ആത്മാവ് എവിടെ പോയി? സ്വർഗത്തിൽ. അതെങ്ങനെയാ നമ്മളറിയാം? ആരെങ്കിലും സിസ്റ്റർ മരിയാറാണി ആരെങ്കിലും ദർശനത്തിൽ വന്നോ? മക്കളെ ഞാൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വന്നോ? ഇതുവരെ ആർക്കും അങ്ങനെ ദർശനം കിട്ടാൻ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയോ? പിന്നെ എങ്ങനെ നമ്മൾ അറിയും? പിന്നെ എങ്ങനെ അറിയും? അവളുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത്ഭുത രോഗ സൗഖ്യം, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ, ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗികൾ, ചെയ്യാൻ പറ്റാത്ത രോഗികൾ, ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ചവർ രക്തസാക്ഷി മണ്ഡപത്തിൽ ആ ബസ്സിൽ നിന്ന് കുത്തി വലിച്ച് എറിഞ്ഞ ആ ഓടി വീണ ആ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായ സ്വർഗത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആള് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് തമ്പുരാൻ ഇതാ ഇരു കരങ്ങളും നീട്ടി ഈശോ സ്വീകരിക്കാൻ, പിതാവിന്റെ വലതു ഭാഗത്ത് ഇരു കരങ്ങളും നീട്ടി സിസ്റ്ററെ സ്വീകരിക്കാൻ ഈശോ കഴിഞ്ഞ കാലങ്ങളെല്ലാം
സർവ്വതും ഇറേസ് ചെയ്തു. ഇതാണ് ഒരു രക്തസാക്ഷി കിട്ടുന്ന ഏറ്റവും വലിയ സമാജം. സ്വർഗം അവകാശമാക്കി മാറ്റി. ആ ചാൻസ് ആണ് ഈ രണ്ട് സിസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയത്. എന്റെ ഒരു അറിവില്, എന്റെ ചെറിയ ചിന്തയില് അവരത് നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകച്ച്, ഒരുപക്ഷെ പകച്ച് പോയി കാണും. എന്തുകൊണ്ടാ പകച്ചു പോയത്? എന്തുകൊണ്ടാ പകച്ചു പോയത്? എന്തുകൊണ്ടാ പകച്ചു പോയത്? വചനം ഉള്ളിലില്ലാത്തത് കൊണ്ട് അല്ലേ? വചനം ഉണ്ടായിരുന്നു പകച്ചു പോയിരുന്നു. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം കൊച്ചിയുടെ സ്തുതിച്ചപ്പോ പറഞ്ഞല്ലോ. ആരാ പറഞ്ഞ? നീളാണോ? ലൂക്ക 12:11 വചനം. ലൂക്ക 12:11. എന്തുകൊണ്ടാ പകച്ചു പോയത്? സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന്, എന്ത് പറയണമെന്നോ ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. കണ്ടോ? ഒന്നും അറിയാൻ പാടില്ലാത്തവനാണെങ്കിലും ആ സമയത്ത് അവന്റെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണരും. പരിശുദ്ധാത്മാവ് ഉണരും. എന്നിട്ട് അവരോട് എന്തു പറയണം, അത് എങ്ങനെ പറയണം, അത് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ഭയപ്പെട്ടത്? എന്തിനാ ഭയപ്പെട്ടത്? വചനമില്ല. ലൂക്ക 12:4-5 വായിച്ച്. ലൂക്ക 12:4-5 വായിച്ച്. എന്റെ സ്നേഹിതരെ, എന്തിനാ ഭയപ്പെട്ടത്? എന്തിനാ ഭയപ്പെട്ടത്? എല്ലാവരും വായിച്ചേ വചനം. സ്ക്രീനിൽ നോക്കി വായിച്ചേ. എല്ലാവരും വായിച്ചേ. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒന്നോടെ സ്ഥിരീക. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ഭയം? ഇവരെന്നെ അടിക്കും, ഇവരെന്നെ കൊല്ലും, ഇവരെന്നെ കൊല്ലും, ഇവരെന്നെ അടിക്കും. ഇതാ ഭയം. കേട്ടോ? കർത്താവ് പറയുകയാണ്, നിന്റെ ശരീരത്തെ അല്ലേ കൊല്ലുള്ളൂ, ആത്മാവിനെ തൊടുവോ? ഓ എന്റെ ദൈവമേ, അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ആത്മാവ് തൊടും. സൗദി അറേബ്യയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ്. എന്റെ ബ്രദറെ, ഒച്ച കുറയ്ക്കും, ഒച്ച കുറയ്ക്കും, ഒച്ച കുറയ്ക്കുന്ന പല പ്രാവശ്യം ഇങ്ങനെ പേപ്പർ എഴുതി തുണ്ട് പേപ്പർ വരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒച്ച കൊടുത്തു. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേടിയായിരുന്നു കൂട്ടായ്മയിലെ ആൾക്കാർക്ക്. എന്താണെന്നറിയോ? പിടിക്കപ്പെടും. കാരണം എന്താ? എത്ര പയ്യെ പറഞ്ഞാലും ഇതങ്ങോട്ട് പോകും, ഇതങ്ങോട്ട് പോകും. ഈ പോകുന്ന പോലെ ഇത് ഈ പരിസരത്തൊക്കെ പോകുന്നില്ല. ഇത് പോകട്ടെ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ചാട്ടുടി പോലെ പോകട്ടെ അയൽവക്കങ്ങളിലേക്ക്, ഇറങ്ങട്ടെ അവന്റെ ചങ്കിലേക്ക്. അറിയട്ടെ ഇവനൊക്കെ, യുആർഎസ്എസും BJP ഒക്കെ അറിയട്ടെ ഭയമില്ലെന്ന്. രക്തം പോയാൽ തളരില്ല, രോഷം തെല്ലും തോന്നില്ല, നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല ഞങ്ങൾക്കിന്നീ ലോകത്തെ. കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ സൗദി അറേബ്യയില്
ഒപ്പം എന്റെ ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ലൂക്കച്ചാൻ്റെ ഉണ്ടാക്കിയ ഫോട്ടോ അത്, ലൂക്കച്ചാന്റെ ഫോട്ടോ അത്. രക്തം പോയാൽ തളരില്ല, രോക്ഷം തെല്ലും തോന്നില്ല, നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല ഞങ്ങൾക്കിന്നീ ലോകത്തിൽ. ഈ ഒരു ചിന്ത ഉള്ളിൽ കിടന്നങ്ങോട്ട് തിളയ്ക്കണം. എന്താ നമുക്ക് കഷ്ടപ്പെട്ട ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. തോമസ് ബ്രദർ പറഞ്ഞ പോലെ, തോമസ് കുമളി പറഞ്ഞതുപോലെ നമുക്ക് ഈ എന്താ പറയാ, ഈ ഐറ്റേസും ഈ എന്ത് സംഭവിക്കും, ഈ ജോലിയും ആ പഠിത്തവും ഈ പഠിത്തവും ഈ ചക്കയും ഈ മാങ്ങയും കപ്പയും ഒക്കെ നമുക്ക് മതി. ഇതൊക്കെ മതി നമുക്ക്. ആത്മാവിന്റെ രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ ഭീരുവായി പോകുന്നത്? എന്തുകൊണ്ടാണ് ഭീരുവായി പോകുന്നത്? ദൈവം പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഭയം വരുന്നത്? ഭീരുത്വത്തിന്റെ ആത്മാവ് നമ്മളെ പിടികൂടിയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല. ദുർബല മനസ്സ്. പെട്ടെന്ന് ആരെങ്കിലും വന്ന് അങ്ങോട്ട് ഓരോ ഒച്ചെടുത്തതിനും ഭയപ്പെടുത്തിയതിനും പിന്നെ സർവ്വതും മാറി മറഞ്ഞു. ഇതാണോ ഈശോ ആഗ്രഹിക്കുന്നത്? ഈശോയുടെ മണവാട്ടിമാരിൽ നിന്ന്, ഈശോയുടെ അഭിഷിക്തരിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നതാണോ? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക്. 2 തിമോത്തി 1:7-8 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെ, കണ്ടോ, സ്നേഹത്തിന്റെ ആത്മനിയന്ത്രണത്തിന്റെ. അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. സ്നേഹത്തോടെ, ആത്മനിയന്ത്രണത്തോടെ. ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൂരി പറയാതെ സ്നേഹത്തോടെ, ആത്മനിയന്ത്രണത്തോടെ, ശക്തിയോടെ അവരോട് പ്രതികരിക്കാൻ കഴിയണം. അതാണ് പറയുന്നത്. 2 തിമോത്തി 1:7-8 എന്നാ പറയുന്നത്? ശക്തി, സ്നേഹം, ആത്മനിയന്ത്രണം. ഈ ആത്മാവിനെയാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, എന്റെ മക്കളെ, എന്റെ മണവാട്ടിമാരെ, എന്റെ അഭിഷിക്തരെ, എന്റെ ആത്മായരെ, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. കേട്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ലജ്ജിച്ച് ഭയന്ന് ഒരു മൂലയിൽ ഒരു ചെയറിൽ ഒതുങ്ങിക്കൂടി കുഞ്ഞിക്കൂടി ഇരിക്കാനല്ല കർത്താവ് നമ്മളെ ഓരോരുത്തരെയും, കന്യാസ്ത്രീകളും അച്ഛന്മാരും മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ധീരതയോടെ. എങ്ങനെ 2 തിമോത്തി 4:2 എന്താ? വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. കണ്ടോ? അത് ഛത്തീസ്ഗഡിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? 2 തിമോത്തി 4:2 വചനം പറയുക, വചനം പ്രസംഗിക്കുക.
സാഹചര്യം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, നീ പറയുക വചനം. പറഞ്ഞോ? പറയാൻ പറ്റില്ല, വായടഞ്ഞുപോയി, വായടഞ്ഞുപോയി. That is wrong. അവരുടെ ആ മാനസിക വിഷമം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നല്ലേ? ഇനി കർത്താവല്ല പറയുന്നത്. ഇനി കർത്താവ് പറയുകയാണ്, 2 Timothy 3:12 കൂടി വായിച്ചേ. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എന്ത് പീഡിപ്പിക്കപ്പെടും. വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ തല മുതല് പാദം വരെ മൂടിക്കിടക്കുന്ന ഒരു വെള്ള ഡ്രസ് ഇടുക എന്നുള്ള അല്ല അർത്ഥം. വെള്ളയ്ക്ക് വിശുദ്ധിയുടെ അടയാളമൊന്നുമില്ല. വലിയൊരു തോപ്പിട്ടാൽ അല്ലെങ്കിൽ ആ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാൽ അതിൽ തന്നെ വിശുദ്ധി ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡിപ്പിക്കപ്പെടും. എന്നിട്ട് പറയാണ്, ഈശോ പറയാണ്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. എന്തത് എന്തത്? മത്തായി 5:10 നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. ആ മത്തായി 5:10 അല്ലേ? 10. 5:10. മത്തായി 5:10 വന്നെന്ന്. സ്വർഗരാജ്യം. എന്റെ പൊന്നു മക്കളെ, സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഈ പീഡനത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ചുകൂടാ? സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ, സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ഒരു ദിവസം ജയിലിൽ കിടന്ന സൗദി അറേബ്യയിൽ, അത് ഇവിടെ തലവെട്ടിക്കളയുന്ന രാജ്യത്താണ്. തലവെട്ടിക്കളയുന്ന രാജ്യത്താണ്. കുറ്റം അത് തന്നെയാണ്. നിർബന്ധിത മതമാറ്റം, ബൈബിള്, മറ്റുള്ള തൊണ്ടി സാധനങ്ങൾ. ആ ജയിലിൽ കിടന്നുകൊണ്ട് വന്ന പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, സത്യം ഇതാണ്. ആ മനുഷ്യൻ പാവപ്പെട്ട ഒരു വയസ്സനാണ്. അവിടെ പോലീസുകാർക്ക് റിട്ടയർമെന്റ് ഒന്നുമില്ല. അത് അങ്ങനെ നടക്കുന്നവരെ പോലീസ് തന്നെയാണ്. സത്യം ഇതാണ്. അതുകൊണ്ട് പറയാൻ കാരണം, എന്നോട് ചോദിച്ചു, ഈ രാജ്യത്തെ നിയമം നിനക്കറിയില്ലേ? ഇവിടെ ഇതൊന്നും അനുവദനീയമല്ല, തലവെട്ടിക്കളിയില്ലേ? നിനക്കറിയില്ലേ? ഇത് സൗദി അറേബ്യയല്ലേ? ഇത് ഇന്ത്യ അല്ല, ഇത് ഹിന്ദി അല്ല. ഹിന്ദി എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് അറബിയില് ഹിന്ദി എന്ന് പറയാം. ഹിന്ദി. അതാ മാപ്പി ഹിന്ദി, അതാ മീനത്തുൽ സൗദിയ. ഞാൻ പറഞ്ഞു, മാഫി മുസ്കില, അല്ല മാഫിക്കോ. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പേടിയില്ല. ഈ മനുഷ്യന്റെ കണ്ണുകൾ തിളങ്ങണം, ഇങ്ങനെ ബൾബ് പോലെ കണ്ട്. പേടി ചെയ്യില്ല. വേണമെങ്കിൽ നാളെ അല്ല, 3:30 മണിക്ക് വലിയ ജയിലിലേക്ക് കൊണ്ടോ. പിന്നെ അവിടെ ആർക്കും കയറി വരാൻ പറ്റില്ല. വലിയ ജയിലിൽ ചെന്നപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ഒരു അപ്പീലുമില്ല, ഒരു കോടതിയിലുള്ള സംഭവമില്ല. വേണമെങ്കിൽ ഈ ചെറിയ ജയിലിൽ നിന്ന് ഉടനെ മുമ്പ് എന്തെങ്കിലും ചെയ്തോളൂ. നിനക്ക് പേടിയില്ലേ? മനസ്സിലില്ല. അന്റെ മാഫി മാമ, അന്റെ മാഫി ബാബ, മാഫി വര. നിനക്ക് അപ്പനും അമ്മയും കെട്ടിയോളും പിള്ളേരൊന്നും ഇല്ലേ? നിനക്ക് പേടിയില്ലേ? ഇതാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടയാള്, പ്രധാനപ്പെട്ടയാള് ഈസായാണ്. ആ മനുഷ്യൻ വയസ്സായ പോലീസുകാരനാണ്. ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചു.
എന്നിട്ട് വേഗം പോയി ഒരു കേക്കും ഒരു പെപ്സിയും കൊണ്ട്, ഒരു കേക്കിന്റെ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു റിയാൽ കൊടുത്താൽ മതി അവിടെ കേക്ക്, വലിയൊരു കേക്കിന്റെ കഷ്ണം. അങ്ങനെ ഒരു കേക്കിന്റെ കഷ്ണം, ഒരു പെപ്സിയും ക്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, സാധാരണ സദീഖ് എന്നാ വിളിക്കുന്നത്, കൂട്ടുകാരാന്ന് വിളിക്കുന്നത്, സ്നേഹിതരാണില്ല. അല്ലെങ്കിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വിളിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അറിയോ? അതാണ് അതാണ് സാധാരണ അങ്ങനെ വിളിക്കുക. പക്ഷെ അല്പം സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ സദീഖ് എന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട്. അതിലും കുറച്ചുകൂടെ കടന്നാണെങ്കിൽ കൂട്ടുകാരല്ല, സഹോദര. എന്നോട് കഴിക്കുന്ന ഈ പെപ്സിയും ഈ കേക്കും കഴിക്കും. ഞാൻ പറഞ്ഞു അലിയോ ജുമ്മ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് അനബിസോ, ഞാൻ ഫാസ്റ്റിംഗ് ആണ്. അനബിസോ ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഈ കാണുന്നവര് അവിടെ കുന്തങ്കാലം കുത്തിയിരുന്നിട്ട് ഈ പെപ്സിയും ഈ കേക്കോട് വെച്ചിട്ട് കുറച്ചു നേരം തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക ഈ മനുഷ്യൻ. മനസ്സിലായോ? ഇത് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. ചോദിക്കാം, എന്താ മാറിക്കോ, എനിക്ക് പേടിയില്ല അല്ലേ, നിനക്ക് പേടിയില്ല അല്ലേ? ഇതിങ്ങനെ പൊലപ്പിക്കൊണ്ട് ഈ മനുഷ്യൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോയി. നിനക്ക് പേടിയില്ല അല്ലേ? നമ്മള് അവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? എന്റെ ചങ്കിന്റെ ഉള്ളില് ഈ ബോധ്യം കിടപ്പുണ്ട്. ഏത് ബോധ്യം? നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതും ചിന്തിച്ചു നോക്കിയതാണ് ഈ സൗദി അറേബ്യയിലെ ആദ്യത്തെ കത്തോലിക്ക രക്തസാക്ഷി. ചീറ്റിപ്പോയി എന്റെ കുഞ്ഞുമക്കളെ. ഞാനത് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അത് ചീറ്റിപ്പോയി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് വലിയ എന്താ പറയാ, വീഴ്ചാന്നോ അപരാധമെന്നോ, എന്ത് കഥാകൃത്തിൽ വലിയ അപരാധമെന്നോ അല്ലേ അത് പറയാതിരുന്നത്. ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അത് പോയി. എന്റെ കർത്താവേ. എന്നിട്ട് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പതിനൊന്നാം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ അണ്ടർലൈൻ ദിസ് വേർഡ്, നിങ്ങൾക്കെതിരെ എല്ലാ തിന്മകളും വ്യാജമായി പോക്കറ്റം ചെയ്തിട്ട് പീഡനായിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ജീവിച്ചിരുന്നപ്പോൾ തന്നെ 3-ാം സ്വർഗ്ഗം വരെ ഉയർത്തപ്പെട്ടവനാണ് പൗലോസ്ലീഹ. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇങ്ങനെ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ, രക്തസാക്ഷിത്വം വഹിക്കുന്നവർ, പ്രതിഫലം വലുതായിരിക്കും. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗത്തിൽ അവർക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. അവസാനിപ്പിക്കാം. പ്രതിഫലം വലുതായിരിക്കും. എന്നിട്ട് അടുത്ത വചനം 2 തിമോത്തി 4:7. 2 തിമോത്തി 4:7. ഇത് പറയാൻ, ചങ്കത്ത് കൈവച്ച് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അപ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ
ഞാൻ പോയി എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. എന്താണ്? ഞാൻ നന്നായി പൊരുതി, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് വെച്ച് കൊടുത്ത അതേ കിരീടം എനിക്കും നിങ്ങൾക്കും സ്വർഗത്തില് നൽകപ്പെടും. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വചനാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ, അല്ലെങ്കിൽ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്റെ വിശ്വാസവും എന്റെ ആത്മീയ ജീവിതവും പ്രവർത്തനങ്ങളും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, അതിന്റെ പര്യവസാനം എനിക്ക് കിട്ടുന്നത് പീഡനങ്ങളും മർദ്ദനങ്ങളും അവസാനം രക്തസാക്ഷിത്വവുമാണെങ്കിൽ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് വെച്ച അതേ കിരീടം. എന്താ അമ്മ, ഈ കിരീടമൊന്നും അല്ല അവിടെ ഞങ്ങൾക്ക് തൊപ്പി ചട്ടിത്തൊപ്പിയൊന്നും അല്ല ഞങ്ങൾക്ക്, മനസ്സിലായോ? ആ കിരീടം കർത്താവ് നമ്മളെ അണിയിക്കും. എന്നിട്ട് പറയും, എന്റെ മോനെ, അനാദിയില് നിനക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന എന്റെ രാജ്യത്തിലേക്ക്, എന്റെ സമാധാനത്തിലേക്ക്, എന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ ഭൂമിയില് അല്പ ദിവസം ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തിനു വേണ്ടി അത് സ്വയം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തിനു വേണ്ടി? ഈ പറഞ്ഞതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ അല്പകാലത്തെ ഈ പ്രവാസ ജീവിതം, അതാണ് സന്തോഷം, അതാണ് സൗഭാഗ്യം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് യൂട്യൂബിലൂടെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സഹോദരി കന്യാസ്ത്രീകളെ, പീഡനം ചോദിച്ചു വാങ്ങണം കേട്ടോ. പീഡനമുള്ളിടത്തിലേക്ക് നിങ്ങൾ പോകണം. ഈ സേഫ് സോണിൽ നിന്ന്, ഈ കേരളം എന്ന് പറയുന്ന സേഫ് സോണിലാ ഇപ്പോ. ഇവിടെ നിന്ന് പോകണം നോർത്ത് ഇന്ത്യയിലേക്ക്. കേരളത്തില് ഇഷ്ടംപോലെ വരുന്നുണ്ട്. 5, 10, 15, 20 വർഷമൊക്കെയായി ദൈവവിളി ലഭിച്ചിട്ട് ഇതുവരെ ശരീരത്തിൽ ഒരു നുള്ളിപ്പനി കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോടുള്ള റിക്വസ്റ്റ് അതാണ്. ആർക്കെങ്കിലും തന്നെ പോകാൻ പേടിയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനും പോകാൻ എനിക്ക് ഒരു പേടിയുമില്ല, ഒരു ഭയവും ഈ കാര്യത്തില് എനിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ഈ ആത്മീയ ജീവിതം, നമ്മുടെ പ്രാർത്ഥന ജീവിതം നമ്മൾ ഒന്നുകൂടി പുനർപരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി എൻ്റെ ഈ ജീവിതം ഞാൻ കാലം ഇത്രയും തള്ളി നീക്കി? എന്തിനു വേണ്ടി ഞാൻ തള്ളി നീക്കി? ഇതുവരെ 60, 67, 70, 55, 48 എന്തിനു വേണ്ടി തള്ളി നീക്കി? ഇന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിട്ട് മാറണം. ഇന്ന് രാത്രി ചിന്തയുടെ രാത്രിയായിട്ട് മാറണം. എനിക്ക് പല രാത്രികളിലും എനിക്ക് ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.